ഹലോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ ഇന്നെ വീഡിയോയിലും ആ ഡ്രസ്സും ആ ബോവും ഞാൻ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബോറടിച്ചൊക്കെ ഓരോ ഉണ്ടാക്കാൻ തോന്നില്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു പറ്റിയ ഒരു സാധനമാണ്. ഒരു കുപ്പിയിലാണ്, ഇതേപോലെ ഇത്ര വലുപ്പമുള്ള കുപ്പിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കിയാലോ. അതിൻ്റെ സാധനങ്ങൾ അടുത്ത് വരാം. ബൈ. അപ്പം ഫ്രണ്ട്സ്, ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഗിൽസേഴ്സ് വേണം. ചുമയാണ്. കുറച്ച് ഗിൽസേഴ്സ് വേണം. പിന്നെ വേണമെങ്കിൽ ഒരു ക്രയോൺ. പിന്നെ ഇതാ മെയിനായിട്ട് വേണ്ടത് ഇതേപോലത്തെ കുപ്പിയാണ്, മൂടിയുമാണ് കുപ്പിക്ക്. പിന്നെ ഒരു സ്കെയില്. ഈ സ്കെയിലും ഈ ഷീറ്റ് പോലത്തെ ഈ സാധനം ആ ക്രയോൺസ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി. ഷീറ്റ് എന്നല്ല, നമുക്ക് വേണമെങ്കിൽ പേപ്പറും എടുക്കാം. ഞാൻ അപ്പോൾ കണ്ടത് എടുത്തതാ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്രയോൺസ് തൊയ്യാതെ വെക്കണം. ഇതേപോലെ ഷീറ്റോ പേപ്പറോ നമ്മളെന്താ ഇതേപോലെ എന്താ അതെടുത്തിട്ട് ഇതേപോലെ ഏത് കളർ ക്രയോണാണ് നിങ്ങൾക്ക് വേണ്ടിയ ആ കളർ എടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ ആക്കുമ്പോൾ പൊടിയായി വരില്ലേ, അതിൽ നിന്നാണ്. അപ്പം അത് തൊയ്യാതെ കാണാൻ ഞാൻ കുറച്ച് ഈ ഒരു ഷീറ്റ്സോ പേപ്പറൊക്കെ എടുക്കാം. കുറച്ച് മതി. ഞാൻ വേറെ ഗിൽത്തർ എടുക്കുന്നുണ്ട്. എനിക്ക് ആ ഗിൽത്തർ വേണ്ട, വേറെ ഗിൽത്തറുണ്ട്. അത് നല്ല രസമാണ്, ഒരു ഹാർട്ടിൻ്റെ ഗിൽത്തർ. അപ്പോൾ ആ ഗിൽത്തർ എടുത്തിട്ട് വരെ. അപ്പോൾ ഞാൻ ആ ഹാർട്ടിൻ്റെ ഗിൽത്തർ എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഞാൻ ആ ഇത് പൊടിക്കാവുന്ന പോലെ. ഓക്കെ, ഞാൻ കുറച്ച് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പേപ്പർ ഇത് ഈ ഷീറ്റിലോട്ട് ഞാൻ കണ്ടില്ല എത്ര ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് മതിയായിരിക്കും, മതി. എന്നിട്ട് നമ്മൾ ആ ഈ കുപ്പി ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലോട്ട് ഇടാം. ഇത് കുറേ കുട്ടികൾ ചെയ്തിട്ടുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്യാം. പിന്നെ ബോറടിക്കുമ്പോൾ ഒക്കെ ചെയ്യാൻ രസമാണ്. കൊയ്യാതെ കാണാണ് ഞാൻ എതിർത്തെടുത്ത ഈ ഷീറ്റ് പോലത്തെ. ഞാനീ പേപ്പർ എടുത്ത് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഷീറ്റില്ലാതെ ഈ ഷീറ്റില്ലെങ്കിൽ പേപ്പർ, ഷീറ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണമെങ്കിൽ പേപ്പർ എടുക്കാം. കുറച്ച് കഴിഞ്ഞിപ്പോയി. നമുക്ക് ആ കുപ്പിയിലോട്ട് ഇടാം ക്രയോൺസിൻ്റെ പൊടി. ക്രയോൺസ് മൊത്തം ഒന്നും എടുക്കരുത് കേട്ടോ, ആവശ്യത്തിന് എടുത്താൽ മതി. ഇതേപോലെ അപ്പോൾ ഞാൻ ഇട്ടുണ്ട്. ഇത് മാറ്റാം. ഇതാവും അപ്പത്തൊക്കെ. ഇനി ഈ സ്കെയിലും ഈ ഷീറ്റോ പേപ്പറാണെങ്കിലും എന്തായാലും വേണ്ട. വേണമെങ്കിൽ ഈ ഷീറ്റ് വേണമെങ്കിൽ വെക്കാം, അത് ഗിൽസേഴ്സ് തൊയ്യാതെ വെക്കാം. ഗിൽസേഴ്സ് ഞാൻ എടുക്കട്ടെ. കുറച്ച് ഗിൽസേഴ്സ് എടുക്കണം. തൊയ്ഞ്ഞി കുറച്ചേ തൊയ്ഞ്ഞിട്ടു. കഴിഞ്ഞ് ഞാൻ ഇടാൻ പോവാണ്.
കുറച്ച് വാഴയിലെടുത്ത് വെച്ചിട്ട് കുറച്ച് ഇതിലോട്ട് ഇടും. കുറച്ചും കൂടി ഇടാം. ഇത്ര മതിയായിരിക്കും. കുറച്ചും കൂടി ഇടട്ടെ നമുക്ക്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണ്ടേ, തൊയ്യാതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ബാക്കി ഇതിൽ വെച്ചിട്ടുണ്ട്. അതിൽ മൊത്തം ഒന്നും ഇടരുത്. എനിക്ക് എത്ര വേണ്ടി അത്ര ഇടാം. എനിക്ക് മൊത്തം വേണമെങ്കിൽ ഇടാം. എനിക്ക് വേണ്ടി അത്ര ഇടാട്ടെ. ഗിൽത്തോസും ക്രയോൺസും എനിക്ക് വേണ്ടി അത്ര ഇടാം. ഞാൻ അത് തുറക്കണം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കണം ഇതിൽ. അപ്പം ഗൈസ് ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഷെയ്ക്ക് ചെയ്യാണ്ട് നല്ല രസമില്ല. അതേപോലെ നമുക്ക് ക്രയോൺസ് മാത്രമായിട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. എല്ലാവരും മിക്കവാറും ചെയ്യേണ്ട കാര്യം ലൈക്കും സബ്സ്ക്രൈബ് പിന്നെ ബെൽ ബട്ടൺ നോക്കാൻ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.